ഹായ് എവരിവൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ നമ്മൾ ഇന്ന് മാനേജ്മെന്റിന്റെ ഓറിയന്റേഷൻ സെഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ലെവൽസ് ഓഫ് പാർട്ടിസിപ്പൻസിനും പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെഷനാണ്. അതായത് ഇപ്പം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം നെറ്റ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് തവണ എഴുതിയിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ജനറലി പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ബേസിക് ആയിട്ട് നെറ്റ് എക്സാമിനെ കുറിച്ചിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും എഫക്റ്റീവ് ആവുന്ന രീതിയിൽ നമ്മൾ പിന്നെ കണ്ടന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓക്കെ, നമുക്ക് UGC നെറ്റ് എക്സാം എന്ന് പറയുന്ന സമയത്ത് NTA കണ്ടക്ട് ചെയ്യുന്ന ഒരു നാഷണൽ ലെവലിലുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പേർപ്പസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കോളേജസിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പേർപ്പസ് എന്ന് പറയുന്നത്, നമുക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈപ്പൻഡോട് കൂടി ഈ പറഞ്ഞതുപോലെ PhD ചെയ്യാനുള്ള ഒരു പിന്നെ എന്താ പറയുക, ഒരു സാഹചര്യം കിട്ടും. സോ അതാണ് നമ്മളുടെ രണ്ട് പേർപ്പസ് എന്ന് പറയുന്നത്. ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാന്നുള്ളതും അതുപോലെ JRF കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് PhD ചെയ്യാന്നുള്ളതുമാണ് നമ്മൾ നെറ്റ് എക്സാമിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണെന്ന് മനസ്സിലാക്കുക. സോ നെക്സ്റ്റ്, ഇതിന്റെ ഒരു മോഡ് ഓഫ് എക്സാം എങ്ങനെയാണ്, എത്ര ഒരു ടൈം ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് നമ്മളെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് ഇനി ഈവൻ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ ഒരു റോങ് ആൻസർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഒന്നും കൂടി ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ട് അവിടെ ഒരു റെക്ടിഫൈ എന്നുള്ള ആ ഒരു പിന്നെ പോസിബിലിറ്റി ഉണ്ട് നമുക്ക്. ബട്ട് OMR ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ആൻസർ കറക്റ്റ് അല്ല എന്ന് നമുക്ക് പിന്നീട് ഓർമ്മ വന്നാലും നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ കഴിയില്ല. ബട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈവൺ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ഡൗട്ട്ഫുൾ ആവില്ലേ, അപ്പൊ നമുക്ക് റിവ്യൂ മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, റിവ്യൂ മാർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, അത് വീണ്ടും ആ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് നിങ്ങളുടെ റൈറ്റ് ആൻസർ ഏതാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് സേവ് ചെയ്യാൻ നിങ്ങൾ എൻഷുർ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ ഒരു സ്കോർ റിവ്യൂവിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ആൻസർ വാലിഡ് ആവില്ല. സോ UGC ഒരു വർഷത്തിൽ 2 പ്രാവശ്യമായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യാറുള്ളത്. മോസ്റ്റ്ലി അത് ജൂണിലും ഡിസംബറിലാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇനി വരാനുള്ളത് ഡിസംബർ സൈക്കിളിലെ എക്സാം ആണ്. സോ നമ്മൾ ലാസ്റ്റത്തെ ടേമിൽ, അതായത് ജൂൺ എക്സാമിനെ നോക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ആ ഒരു ടൈംലി, ആ ഒരു ഡിസംബറിൽ തന്നെ ആ ഒരു എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞ ഡേന്റെ മുമ്പ് തന്നെ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. എക്സാം പറഞ്ഞ ഡേറ്റ്സ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. സോ ഈ പ്രാവശ്യം നമ്മൾ ഡിസംബറിൽ തന്നെ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, നമുക്ക് ഈ ഒരു എക്സാമിന് 3 hours ആണ്. അതായത് നമുക്ക് 2 പേപ്പേഴ്സ് ഉണ്ടാവും. അതിൽ പേപ്പർ 1നും 2നും കൂടിയിട്ട് നമുക്ക് 3 hours അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഇതിലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. സോ നമുക്ക് ഇപ്പം ഈവൻ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തീരെ അറിയില്ല എങ്കിലും നമുക്ക് വൈൽഡ് ഗസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഇപ്പം ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 55% PGക്ക് മാർക്ക് വേണം. അത് അതർ കാറ്റഗറീസ് ആയിട്ടുള്ള OBC, SC, ST, PW കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 50% മാർക്ക് മതി. പിന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാൻ ക്വാളിഫൈ ആണ്, പിന്നെ അല്ലെങ്കിൽ എലിജിബിൾ ആണ്. പക്ഷെ 2 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 50% മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ്.
നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 4 ഇയർ ഡിഗ്രി പിന്നെ വന്നിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് JRF കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ 75% മാർക്ക് കിട്ടണം. OBC ആണെന്നുണ്ടെങ്കിൽ 70%. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ടും PG ഉണ്ടാവണം. അതിന്റെ കൂടെ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ പറയുന്ന സമയത്ത് എന്താണ്, പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിന് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ PhD ടു അഡ്മിഷൻ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഏത് ഏജിലുള്ള ആളുകൾക്കും നെറ്റ് എക്സാം എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ഒരു ലിമിറ്റ് വരുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അതിന്റെ JRF ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ഏജ് ഉണ്ട്. അത് ഏജ് എന്ന് പറയുന്നത് 30 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ അതർ കാറ്റഗറീസിലുള്ള ആളുകൾക്കും JRF ക്വാളിഫൈ ചെയ്യാൻ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. സോ അതിൽ ഒരു ഏജ് റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 5 ഇയേഴ്സിന്റെ ഒരു ഏജ് റിലാക്സേഷൻ. അതായത് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 30 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു കാറ്റഗറി ബേസ്ഡ് OBC, SC, ST, ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിന് എന്താണ് 35 ഇയേഴ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും, JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതാണ് ആ ഒരു ഏജിന്റെ ലിമിറ്റ് പറയുന്നത്. സോ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ റിയാലിറ്റികൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് എന്താണ്, ഇതിനൊരു പ്രീസെറ്റ് ചെയ്തിട്ടുള്ള കട്ട് ഓഫ് മാർക്കുകളൊന്നുമില്ല. ഓക്കെ, എന്നിരുന്നാൽ പോലും പിന്നെ ഇതിപ്പം എങ്ങനെ നമ്മൾ ഈ ഒരു കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എത്ര സ്റ്റുഡൻസ് ഈ പറഞ്ഞതുപോലെ ആ ഒരു എക്സാമിന് അപ്പിയർ ചെയ്തു എന്നുള്ളത്. അതായത് ഇപ്പൊ നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം ആണ്. സോ മാനേജ്മെന്റിൽ എത്ര സ്റ്റുഡൻസ് ഇതിന് അപ്പിയർ ചെയ്തു എന്നുള്ളത് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. അതുപോലെ തന്നെ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ. ഇപ്പം ഭയങ്കര ടഫ് ആയിട്ടുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പം എക്സാം ഈസി ആണെന്നുണ്ടെങ്കിൽ എന്താണ് കട്ട് ഓഫ് വളരെ കൂടിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്കണോമിക്സ് പോലത്തെ സബ്ജക്റ്റ് ഒക്കെ ലാസ്റ്റ് ടേം നോക്കുന്ന സമയത്ത് 200 താഴെയാണ് JRFന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എക്സാം വളരെ ടഫായിരുന്നു. പക്ഷേ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കട്ട് ഓഫ് ജനറലിൽ വന്നിട്ടുണ്ടായിരുന്നത് 218 ആണ്. അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് 206 ആണ് JRFന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ 200 റേറ്റിലാണ്, 200 മാർക്സിലാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ SC ST ഒക്കെ 194 എന്ന അങ്ങനെ രീതിയിലാണ് കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുള്ളത്. സോ എത്ര സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്നു, എക്സാമിന്റെ ടെസ്റ്റ് പിന്നെ എക്സാമിന്റെ ടഫ്നെസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ എത്രത്തോളം ഓരോ കാറ്റഗറിയിൽ എത്രത്തോളം റിസർവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ JRFന്റെ സീറ്റ് എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട്, ഇതിന്റെ ബേസിസിലൊക്കെ ആയിരിക്കും കട്ട് ഓഫ് നിർണ്ണയിക്കുന്നുണ്ടാവുക. സോ ഇത് പ്രീസെറ്റ് ചെയ്ത് വെക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അത് മാത്രമല്ല ഇപ്പം കട്ട് ഓഫ് ഇല്ലെങ്കിൽ കൂടിയിട്ടും എല്ലാവരും പിന്നെ നാഷണൽ ലെവലിൽ എഴുതുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ എന്താണ് ഭയങ്കര കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അതായത് ഇപ്പം എക്സാം ടോട്ടൽ ഇപ്പം എഴുതുന്ന ടോട്ടൽ സ്റ്റുഡൻസിൽ 6% സ്റ്റുഡൻസിന് മാത്രമേ എന്താവുള്ളൂ പിന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ 1% ഓഫ് സ്റ്റുഡൻസ് മാത്രമേ JRF ക്വാളിഫൈ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഈ മാനേജ്മെന്റിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ മാനേജ്മെന്റിൽ എഴുതുന്ന ഇപ്പം നമുക്ക് ഇപ്പം HR സ്പെഷ്യലൈസേഷൻ എടുത്തവർക്ക് പിന്നെ ലേബർ ലോ ആൻഡ് വെൽഫെയറിൽ എഴുതാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കിപ്പം ഏതിലാണോ നിങ്ങൾ എഴുതുന്നത് എന്ന് വെച്ചാൽ അതിൽ എന്ത് പറയാൻ പറ്റും, നിങ്ങൾ ആ ഒരു 6% വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. മറ്റേത് 1% ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, സോ സിമ്പിൾ അല്ല കോമ്പറ്റീഷൻ, അതുകൊണ്ടാണ് അത്രയും കോമ്പറ്റീഷൻ ആണ് എന്ന് പറയുന്നതും. സോ നെക്സ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ JRF ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ JRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒരു എലിജിബിലിറ്റിയും അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ PhD ടു അഡ്മിഷൻ എന്നുള്ളതും ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പം PhD ടു അഡ്മിഷൻ എന്ന് പറയുന്നത് പുതിയൊരു കാറ്റഗറി ആയിട്ട് ഇപ്പം ലാസ്റ്റ് 2-3 എക്സാമിന് വന്നിട്ടുള്ളതാണ്. എല്ലാവർക്കും ഫെമിലിയർ ആവും. എന്നാലും ഒന്ന് പറയാം, PhD ടു അഡ്മിഷൻ എന്ന് പറയുമ്പം ഇപ്പം ചില കോളേജസും
യൂണിവേഴ്സിറ്റീസും അവരുടെ സെപ്പറേറ്റ് പിന്നെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന്റെ പകരമായിട്ട് നമുക്ക് ഈ ഒരു റിസൾട്ട് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhDക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, നിങ്ങൾക്ക് അവിടെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് എന്ന് പറയാൻ കഴിയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, അതാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇപ്പം നമ്മളൊരു JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു വാലിഡിറ്റി ഉണ്ട്. അതായത് PhDക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യണം, PhDക്ക് ജോയിൻ ചെയ്തിരിക്കണം. അത് ഈ പറയുന്നത് പോലെ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആണോ എന്ന് ചോദിച്ചാൽ അതെ ആണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിറ്റിയിൽ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 3 ഇയേഴ്സിനുള്ളിൽ കയറണം. പിന്നെ നെറ്റിന്റെ അതായത് നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈമിൽ നമുക്ക് പറയാം ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് എന്ന് പറയാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് അത് ആ ഒരു റിസൾട്ട് ത്രൂ അല്ലെ ആ ഒരു സർട്ടിഫിക്കറ്റ് ത്രൂ നിങ്ങൾക്ക് പിന്നെ PhDക്ക് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അതുപോലെ തന്നെയാണ് PhD ടു അഡ്മിഷനിലും 1 ഇയർ വാലിഡിറ്റി മാത്രമേ ഉള്ളൂ എന്തിന്, നിങ്ങൾക്ക് PhDക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കുറച്ചും കൂടി എല്ലാവർക്കും പിന്നെ യൂസ്ഫുൾ ആയിട്ട്, ഇപ്പൊ ഇതുവരെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളുടെ നിങ്ങൾ ഈ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടൈം ചെയ്തവരാണോ ഒന്ന് കമന്റ് ചെയ്യാവോ? ഫസ്റ്റ് ടൈം എഴുതുന്നവരാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ടൈംസ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, ഓക്കെ, ഫൈൻ. 2 തവണ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എനിവേ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് 2 പേപ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ അതിൽ ഫസ്റ്റ് പേപ്പറിൽ 10 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1 നമുക്ക് ചോദിക്കുന്നത് ഉണ്ടാവുക. അതിന് ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 100 മാർക്സ് ആയിരിക്കും. സെക്കൻഡ് വരുന്നത് നമുക്ക് പേപ്പർ 2 നമുക്ക് 10 മൊഡ്യൂൾസ് തന്നെ വരുന്നുണ്ട്. പക്ഷെ അതെന്താണ്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 200-ലായിരിക്കും സ്കോർ വരുന്നുണ്ടാവുക. ടോട്ടൽ 300-ലായിരിക്കും നമ്മളെ സ്കോറിങ് വരുന്നുണ്ടാവുക. സോ നമുക്ക് ഇനി യൂണിറ്റ് വൈസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 10 മൊഡ്യൂൾസ് ആണ് മാനേജ്മെന്റിലുള്ളത്. 10 മൊഡ്യൂൾസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 10 യൂണിറ്റുകൾ ആണെന്നുണ്ടെങ്കിലും ഈ 10 യൂണിറ്റുകളിലായിട്ട് നമുക്ക് 12ഓളം സബ്ജക്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പം സബ്ജക്ട് വൈസ് ആയിട്ട് ഓരോന്ന് പറയാം. സോ നമുക്ക് യൂണിറ്റ് 1 വരുന്നത് ബിസിനസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സ്. ഓക്കെ, ഈ ഒരു 2 സബ്ജക്റ്റ് ആണ് വരുന്നത്. ഇപ്പം ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിൽ ഈ ഒരു യൂണിറ്റിന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് ചോദിച്ചാൽ 12ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാനേജീരിയൽ എക്കണോമിക്സിനും അതുപോലെ തന്നെ മാനേജ്മെന്റിനും ആയിട്ട് 12ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മാനേജ്മെന്റിന് 3-4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പം എഗെയിൻ നമുക്ക് എന്താണ് 2 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഒന്ന് ഓർഗനൈസേഷൻ ബിഹേവിയറും സെക്കൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. സോ OBന്ന് ഇപ്രാവശ്യം 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. HRMന്റെ കേസ് പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് 3ലേക്ക് നോക്കുമ്പോൾ അവിടെയും എന്താണ് HRM റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് സ്ട്രാറ്റജിക് റോൾ ഓഫ് HRM. സോ അതിൽ ഈ ഒരു HRM എന്നുള്ള ഒരു സബ്ജക്ട് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് ഈ ഒരു 2 യൂണിറ്റുകളിൽ നിന്ന് നമുക്ക് 11ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ലാസ്റ്റ് ജൂൺ എക്സാമിന്. പിന്നെ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് എഗെയിൻ 2 സബ്ജക്റ്റ് വരുന്നുണ്ട്. ഒന്ന് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റും. സോ അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്ന് നമുക്ക് 15 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു കേസ് പറയും, ഇപ്പൊ 5th യൂണിറ്റും നമുക്ക് പിന്നെ FM റിലേറ്റഡ് തന്നെയാണ്.
സോ ഈ ഒരു രണ്ട് പിന്നെ സെഷനിൽ നിന്നും കൂടിയിട്ടാണ് ഈ ഒരു 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവര് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പ്രോബ്ലം പോലും ചോദിച്ചിട്ടില്ല. എല്ലാം തിയറി ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് ചോദിച്ചു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. 15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാറുക എന്നുള്ളത് മനസ്സിലാക്കാം. സോ നെക്സ്റ്റ് നമ്മൾ യൂണിറ്റിലേക്ക് വരുമ്പോൾ എഗെയിൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റും അതുപോലെ തന്നെ രണ്ട് സബ്ജക്റ്റ് വരുന്നുണ്ട്, മാർക്കറ്റിങ്ങും. സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് 3 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. ഈ പറഞ്ഞതുപോലെ മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്ക് ബ്രാൻഡ് മാനേജ്മെന്റിനെയും മാർക്കറ്റിങ്ങിനെയും എഗെയിൻ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 14 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ FM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഓക്കെ. സോ നമ്മൾ ഇത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 14 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ ഒരുപാട് പിന്നെ ഈ പറഞ്ഞതുപോലെ സെയിം കണ്ടന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ്സ്, അതുപോലെ ഒരുപാട് ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസും മാച്ചിങ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. വളരെ ബേസിക് ലെവല് പ്രൊഡക്റ്റ് മിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഇപ്പം ഇതേ ഒരു പാറ്റേണിലാണോ അവർ ചോദിക്കാന്ന് ചോദിക്കുമ്പം അല്ല, ഫ്ലക്ച്വേഷൻസ് വരാറുണ്ട്. എന്നാലും നമുക്ക് മെയിൻലി ഓവർ ദ ഇയേഴ്സ് നോക്കുന്ന സമയത്ത് എന്താണ് മെയിൻലി മാർക്കറ്റിംഗ് എന്നും HRM എന്നും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെ വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് യൂണിറ്റിനെ കുറിച്ച് പറയുമ്പം എഗെയിൻ രണ്ട് സബ്ജക്റ്റ് വരുന്നുണ്ട്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ ഒന്ന് ഓപ്പറേഷൻ മാനേജ്മെന്റും. സോ ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രെൻഡ് നോക്കുന്ന സമയത്ത് OM എന്ന് കുറച്ച് കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. 3, 4, 5 അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിന് 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വരാൻ നെക്സ്റ്റ് 9th യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. IB-ന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ കോംപ്രിഹെൻഷനിലെ ക്വസ്റ്റ്യൻസ് എഗെയിൻ ഈ ഒരു നമ്പറിംഗിൽ കൂട്ടിയിട്ടില്ല. IB-ന്റെ പാർട്ട് നിന്നാണ് കോംപ്രിഹെൻഷന് വന്നിട്ടുള്ളത്. കോംപ്രിഹെൻഷൻ ഈ പ്രാവശ്യം ഒരു കൈൻഡ് ഓഫ് ടഫ് ആയിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് EDP-ന്ന് ഇപ്രാവശ്യം 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സബ്ജക്റ്റിനെ മാനേജ്മെന്റ് എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് എന്താ പറയുക ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ലോജിക്കലി ഇപ്പം മാർക്കറ്റിംഗ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മളുടെ ലോജിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം മാർക്കറ്റിങ്ങിലുള്ള പല കാര്യങ്ങളും അഡ്വർടൈസ്മെന്റ് തൊട്ടിട്ട് പ്രൊമോഷൻ തൊട്ടിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഡെയിലി ലൈഫിൽ വരെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് മിയർലി ഒരു സിലബസ് മാത്രം നോക്കുക എന്നുള്ളതല്ല, കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ ലാസ്റ്റ് ടേമിന്റെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. സോ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സിമ്പിൾ ആണെന്ന് തോന്നാം, അല്ലെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നാം. ബട്ട് ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു കണക്റ്റിംഗ് വേർഡ്സ് കിട്ടാനും ഒക്കെ കുറച്ചൊരു നമുക്ക് എന്താ പറയുക കൺഫ്യൂസിങ്ങും സ്റ്റുഡൻസിന് ആൻസറിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ക്രോണോളജിയും സീക്വൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ലാസ്റ്റ് 3 ടേം എക്സാം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്രോണോളജിക്ക് അത് ഈവൻ പേപ്പർ 1-ലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രോണോളജി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടുവരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ മാച്ചിങ് ക്വസ്റ്റ്യൻസും എനിക്ക് തോന്നുന്നു ഒരു യൂണിറ്റിൽ ഒരു മാച്ചിങ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഈ പാറ്റേൺസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പല സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഏരിയ ആണ് അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റായ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ പിന്നെ അസേഷനും റീസണിങ്ങും തമ്മിലൊരു കണക്ഷൻ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ. അപ്പം ഇപ്രാവശ്യം ആ ഒരു പാർട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സാം എന്ന് പറഞ്ഞാൽ മീഡിയം ലെവലിലുള്ള ആ ഒരു ടഫ്നെസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറലിന് 218 വരെ വരാനുള്ളൊരു കാരണം അതായിരുന്നു. ഓക്കെ, പിന്നെ റീഡിങ് കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻസ് പറയാനുള്ളത് കുറച്ചൊരു ടഫായിരുന്നു. പലർക്കും ആ ഒരു പിന്നെ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ വിചാരിച്ച സ്കോർ കിട്ടിയിട്ടില്ല.
ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് നമ്മളുടെ ഒരു ഫെയിലിയറിനുള്ള ഒരു റീസൺസ് എന്നാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് റീസൺസ് ഉണ്ട് അല്ലെ. ഇപ്പം ഐഫറില് ഇപ്പം ഏത് സബ്ജക്റ്റുകളിലായാലും ഒരുപാട് സ്റ്റുഡൻസ് പിന്നെ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും നെറ്റ് കിട്ടാറുണ്ടോ? ഇല്ല. ചിലർക്ക് JRF കിട്ടും, ചിലർക്ക് നെറ്റ് കിട്ടും, ചിലവർക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചവർക്ക് ചിലർക്ക് PhD ഓൺലിയേ കിട്ടാറുള്ളൂ, ചിലർക്ക് ഇതൊന്നും കിട്ടാറില്ല. എന്തുകൊണ്ട് ഫെയിലിയർ ആവുന്നു? ഇനിയിപ്പം ഈവൻ നിങ്ങൾ എന്തുകൊണ്ട് ഫെയിലിയർ ആവുന്നു, ജസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് റീസൺസ് ഉണ്ടാവും നമ്മളുടെ ഒരു ഫെയിലിയറിന്. ഓക്കെ, അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് ഫാക്ടർ ആണ്. സിലബസ് ഫാക്ടർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സിലബസ് അറിയാതെ എന്തെങ്കിലും കുറെ പഠിക്കാന്നുള്ളത് പഠിച്ചത് കൊണ്ട് നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് സിലബസ് മനസ്സിലാക്കാത്ത പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഒരു ഫെയിലിയറിലേക്ക് അത് എത്തിക്കും. ഓക്കെ, സെക്കൻഡ് നമുക്ക് പറയാനുള്ളത് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. ഇപ്പം സ്ട്രെസ്സിന്റെ കാര്യത്തിലും ഈവൻ ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിലും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇത് രണ്ടും ഈവൻ നമ്മൾ പഠിക്കുന്ന സമയത്തും നമുക്ക് നല്ല സ്ട്രെസ് വരാറുണ്ട്. അതുപോലെ തന്നെ എക്സാമിന്റെ സമയത്തും ആൻസൈറ്റി അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ആൻഷ്യസ് ആവാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റിന്റെ കേസ് പറയുമ്പോൾ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വർക്കും അല്ലെങ്കിൽ വീട്ടിലെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുക. ഇപ്പം എക്സാം ഹാളിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, ഏതൊക്കെ ക്വസ്റ്റ്യൻസിന്, ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസിനൊക്കെ അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കിട്ടില്ല എന്ന് അറിയുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ അവിടെ ഒരു ടൈം കളഞ്ഞിട്ട് ബാക്കി അറിയുന്ന ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയാത്തത്. അങ്ങനെ ഒരുപാട് റീസൺസ് വരാറുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ചിലർ പിന്നെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഒക്കെ നോട്ടിലൊക്കെ എഴുതി, ഐ മീൻ നമുക്ക് തരുന്ന പേപ്പേഴ്സിലൊക്കെ എഴുതിയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അല്ലെ ആ ഒരു സ്ട്രെസ് ആൻസൈറ്റി പഠിക്കുന്ന സമയത്തും എക്സാമിന്റെ സമയത്തും നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫെയിലിയർ ഫേസ് ചെയ്യാൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഐഫറിൽ ഒരുപാട് അൺഒഫീഷ്യൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പ്സുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം മദേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, എംപ്ലോയീസ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. സോ നമുക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രെസ്ഡ് ആവാണ്, ഇപ്പം നെറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പം 100% നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല. പക്ഷെ നമ്മൾ ഏതൊരു സ്റ്റുഡൻറ്റും ഇത് പഠിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലായിരിക്കും. അപ്പം ഇത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ കുട്ടികളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പം ആ ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓല് കുറച്ച് ആൻഷ്യസ് ആവുമ്പോൾ ഈ ഒരു മദേഴ്സ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള മദേഴ്സ് അവരുടെ അഭിപ്രായങ്ങളും അവരെങ്ങനെയൊക്കെ പഠിക്കുന്നു എന്നുള്ളതും അവരെങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളതും, ഈവൻ അത് എംപ്ലോയീസിന്റെ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിലും ഇപ്പം വർക്കും സ്റ്റഡീസും അവരെങ്ങനെ മാനേജ് ചെയ്യുന്നു. ഇപ്പം അനീസാറിന്റെ പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിങ്ങിലൊക്കെ പറയുമ്പം സാറ് പറയാറുണ്ട് സ്ഥലകാലബോധമന്യേ പഠിക്കുക എന്നുള്ളത്. സോ ഈ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ പല എംപ്ലോയീസും പറയാറുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ട്. സോ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഈ എംപ്ലോയീസ് തമ്മിൽ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് ഇൻപുട്സും ഇൻസൈറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു മദറാണ്, ആ മദർ ആയിക്കൊണ്ടിരിക്കെ ഞാൻ എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടോ അപ്പൊ അത് എനിക്കൊരു മറ്റൊരു മദറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാതെ പിന്നെ ബാക്കിയുള്ളവരിപ്പം ജസ്റ്റ് കേട്ടാലും ആ ഒരു റിയൽ എന്താ പറയാ ആ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടോ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം പറഞ്ഞതുപോലെ ഈ ഒരു ഗ്രൂപ്പുകളിലായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള JRF ഹോൾഡേഴ്സ്, മദേഴ്സ് ആയിട്ട് JRF ഹോൾഡേഴ്സ് പിന്നെ അവരെ ഒക്കെ വെച്ചിട്ട് സെഷൻസും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഇവരുടെ സ്ട്രെസ് ഇതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവരെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നിങ്ങൾ മാനേജ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അതിപ്പം എല്ലാ കാര്യത്തിലായാലും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനാഡിക്വേറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ്. സോ നമ്മളുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും. ഈ റിസോഴ്സസ് ഒന്നും നല്ലതുപോലെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഫെയിലിയർ ആയിരിക്കും. അതായത് ഇപ്പം ഐഫറിന്റെ ബുക്ക് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ്സസുകളും എല്ലാം ഉണ്ട്. അതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഈവൻ ഐഫറിലെ സ്റ്റുഡൻസ് തന്നെ അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കാറുണ്ട്. സോ ഇതൊക്കെ അവർക്ക് ഏതാണോ നല്ലത് എന്ന്
മനസ്സിലാക്കി അതിൽ ഒരു വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കും ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കൺസിസ്റ്റൻസി ആണ്. ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന സമയത്ത് ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ ഒരു 2 ദിവസം പഠിക്കുന്നു, പിന്നെ അഗെയിൻ ഒരു 1 വീക്ക് പല റീസൺസ് അല്ലെങ്കിൽ നമ്മളായിട്ട് എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കാതിരിക്കുന്നു, എഗെയിൻ 2 ദിവസം പഠിക്കുന്നു. ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു നാഷണൽ ലെവൽ എക്സാം ആണ്, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. സോ നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് മാനേജ്മെന്റിൽ എക്സാം എഴുതുന്ന പല സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. സോ എന്താണ്, അവര് പഠിക്കുമ്പോൾ നിങ്ങളുടെ സ്കോർ കുറയും. ഓക്കെ, നിങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആവുന്ന സമയത്ത്. ഓക്കെ, അതാണ് ഇൻകൺസിസ്റ്റൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്യാതിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പം എന്താ പറയാ, ഇപ്പൊ വിന്നർ സ്റ്റോക്ക് ഒക്കെ നോക്കുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞതുപോലെ എല്ലാ സ്റ്റുഡൻസും, അതിപ്പോ മാനേജ്മെന്റ് എന്നല്ല, നിങ്ങൾ ഏത് സബ്ജക്ട് എടുത്ത് നോക്കിയാലും അവരുടെ സക്സസ് സ്റ്റോറീസിൽ അവർ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസിൽ ഫസ്റ്റ് അവർ പറയുന്നത് PYQs ചെയ്തു നോക്കാന്നുള്ളത്. അത് ചെയ്തിട്ടില്ല, അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഈ പറയുന്ന റിസൾട്ട്സ് കിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നിങ്ങൾക്കൊക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനിയിപ്പോ ഡിസംബറിലാണ് എക്സാം. ഈ ഒരു 3 മാസം, നിയർലി ഒരു 3 months ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു 3 months കൊണ്ട് നമുക്ക് എത്രത്തോളം പറ്റും, എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ സിലബസ് വാസ്റ്റ് അല്ലേ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഈ ഒരു കൺഫ്യൂഷന് ഉള്ള ഒരു ആൻസർ ആണ് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത്. ഞാനത് ജസ്റ്റ് വെറുതെ പറയുന്നല്ല, നമ്മളുടെ വിന്നേഴ്സിനോട് സംസാരിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, നമുക്ക് ഈ ഒരു 3 months എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നല്ലൊരു സ്മാർട്ട് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. ഓക്കെ, സോ അത് എങ്ങനെയെന്നുള്ളതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സോ ഇനിയുള്ളത് ഞാൻ അത് എങ്ങനെ നിങ്ങൾക്ക് പിന്നെ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു 3 months എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പിന്നെ ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്റ്റഡി പ്ലാൻ മാത്രമല്ല, അതിന് ബേസ്ഡ് ആയിട്ടുള്ള നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോള്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ പോയിട്ട് ഞാൻ ഇന്ന് അല്ലെ നാളെ ഒരു ദിവസം കൊണ്ട് ഈ ഒരു യൂണിറ്റ് മൊത്തം പഠിക്കും, അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫുള്ള് പഠിക്കും എന്ന് പറഞ്ഞ ഒരു ഗോള് വെക്കുകയാണെങ്കിൽ അത് റിയലിസ്റ്റിക് ആണോ? അല്ല. അതല്ലെങ്കിൽ നിങ്ങളിപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള വെക്കാൻ പറ്റും. അതായത് ഇന്ന് ലൈക്ക് റിഗ്രഷൻ ഇന്ന് പഠിക്കും, അല്ലെങ്കിൽ കോറിലേഷൻ ഇന്ന് പഠിക്കും. അങ്ങനെ ചെറിയ ചെറിയ നിങ്ങൾക്ക് പറ്റാവുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സിറ്റുവേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം ചിലർ ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. സോ നിങ്ങളുടെ എന്താണോ സിറ്റുവേഷൻ അതിനെ ബേസ് ചെയ്തിട്ട് നല്ല ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, നല്ലൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഐഫറിൽ ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, അതിന്റെ ബേസിസിലായിരിക്കും അവരുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേപ്പർ 1 ഇത്ര ടൈം, അതുപോലെ തന്നെ പേപ്പർ 2 ഇത്ര ടൈം എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിലബസ് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫെയിലിയറിന്റെ ഒരു കാരണമായിട്ടുള്ള അതിനുള്ള ഒരു സൊല്യൂഷനാണ്. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഞാൻ ഓഡിബിൾ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യാവോ?
ഞാൻ ഓഡിബിൾ അല്ലേന്നൊന്ന് പറയോ? ഓക്കെ, ഞാൻ ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നല്ലൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡിലൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് നല്ലതുപോലെ മനസ്സിലാക്കുക. ഓക്കെ, ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതൊക്കെ സബ് ടോപ്പിക് ആണ് ഉള്ളത് അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അതിന് ബേസിസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഇതിൽ പറയുന്ന സമയത്ത് നമ്മൾ എല്ലാം വായിക്കുക. സിലബസിൽ ഇപ്പം നിങ്ങൾ ഇപ്പം നെറ്റ് JRF പിന്നെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോ, സിലബസ് ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. ഇനി ഈവൻ നമ്മളെ എന്താ പറയാ കുറച്ചെങ്കിലും പിന്നെ കവർ ചെയ്തു എന്ന് പറഞ്ഞാലും എന്താണ്, അല്ലെങ്കിൽ അത്യാവശ്യം കവർ ചെയ്തു എന്ന് പറഞ്ഞാലും എന്താണ്, ഔട്ട് ഓഫ് സിലബസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ടഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത, ഇപ്പൊ കഴിഞ്ഞ എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ടോപ്പിക്സ് ഒന്നും നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി നമ്മളെ സിലബസിൽ കാണാറില്ല. ഇപ്പൊ HR ഓഡിറ്റിനൊന്നും കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല, ബട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, സിലബസ് ഫുള്ള് കവർ ചെയ്യുക അല്ലെങ്കിൽ അത് ഫുള്ള് പഠിക്കുക എന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നതിന് പകരം എന്താണോ ഇവരുടെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഐഫറിൽ പുതിയൊരു പിന്നെ നിങ്ങൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എക്സാം ഹാക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് എന്തിന്റെ ബേസിസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡഡ് സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും മെറ്റീരിയൽസിലാണെന്നുണ്ടെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ PYQ ഡിസ്കഷനിലാണെന്നുണ്ടെങ്കിലും അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ട്. എന്തിന്റെ ബേസിസിലാണ് അപ്ഡേഷൻ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഓവർ ദി ഇയേഴ്സിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഇവർ കൂടുതൽ ചോദിക്കുന്നത്, NTA പാറ്റേൺ എന്താണ്, അവർ ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്. ഇപ്പൊ പലപ്പോഴും എന്താണ് കണ്ടുവരാറുള്ളത്, ഫ്രീക്വന്റ്ലി സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുണ്ട്. പക്ഷെ എന്താണ്, നെക്സ്റ്റ് ടൈം ചോദിക്കുന്ന സമയത്ത് മേ ബി ഒന്ന് പിന്നെ ഡീപ്പായിട്ട് ചോദിക്കും. അതല്ലാതെ സെയിം പാറ്റേൺ അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ പ്രോസസ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ബജറ്റിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, NPV ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ഗ്രൂപ്പ് ഫോമിങ്ങിന്റെ ഒക്കെ സെയിം ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ഇയേഴ്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സെയിം ഇയറിൽ ഡിഫറെന്റ് ടേമുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. നമ്മളെല്ലാം പഠിക്കുക വായിക്കുക എന്നുള്ളതല്ല, പക്ഷെ എന്താണോ നമുക്ക് വേണ്ടത്, ഇവിടെ നമ്മൾ എപ്പോഴും സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. ഓക്കെ, അല്ലാതെ ഇപ്പൊ ചില സ്റ്റുഡൻസിനോടൊക്കെ ചോദിക്കുമ്പം ഒരു പറയാറുണ്ട്, ഞാൻ 1-2 വർഷമായിട്ട് ഞാൻ ഇതിന്റെ ബാക്കിലാണ്, ഞാൻ നല്ലോണം പഠിക്കാറുണ്ട്, ഒരു ഡെയിലി 10 hours ഒക്കെ പഠിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവരെന്താണ്, ഒരു എക്സാം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സാമിനെ അനലൈസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെ പോരായ്മകളാണോ അല്ലെങ്കിൽ നമ്മളുടെ ഫെയിലിയറിന്റെ റീസൺസ് എന്തൊക്കെയാണോ എന്ന് മനസ്സിലാക്കാതെ സെയിം പാറ്റേണിൽ ഇങ്ങനെ പഠിച്ചു പോയതുകൊണ്ടാണ് കിട്ടാത്തത്. ഓക്കെ, അത് ആ ഒരു ടെക്നിക്സ് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ വേ ഓഫ് ലേണിംഗ് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പല കാര്യങ്ങളും പല രീതിയിലും പഠിക്കാൻ പറ്റും. അത് നമ്മൾ സിലബസ് കവർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളതാണ്. നെക്സ്റ്റ്, നമുക്ക് എങ്ങനെ ഈ ഒരു ടൈം മാനേജ്മെന്റ് എക്സാമിന്റെ സമയത്തും അല്ലാത്തപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന്, നമുക്ക് PYQs നല്ലോണം പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് PYQs നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ഐഫറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഡെയിലി ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, മന്ത്ലി ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ഒക്കെ പുറത്ത് എന്താണ്, കാറ്റഗറൈസ്ഡ് PYQ ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു
PYQ നമ്മൾ പ്രയോറിറ്റൈസ് കൊടുക്കുന്നത് കൊണ്ടാണ് അതിലൂടെ സ്റ്റുഡൻസിന് ലേൺ ചെയ്യാൻ. പല സ്റ്റുഡൻസും ഈ PYQs റിവൈസ് ചെയ്യാറുണ്ട്. പല രീതിയിലാണ് പഠിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്ന മാതിരി പഠിച്ച് കഴിഞ്ഞ ടോപ്പിക്കിന് മാത്രം പിന്നെ ഈ പറഞ്ഞതുപോലെ PYQ ചെയ്യാന്നുള്ളതൊന്നല്ല. ബട്ട് ഡിഫറെന്റ് മെത്തേഡുകളിലൂടെ നമ്മൾ പഠിക്കാന്നുള്ളതാണ്. പിന്നെ PYQs അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് റാൻഡംലി ഒരു PYQs ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇപ്പം ഒരു PYQ ചെയ്യുന്ന സമയത്ത് ഒരു ഹോൾ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 hours എക്സാം ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ മുന്നിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ 3 hours മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈവൻ ഒരു 15, ഇപ്പം നമ്മൾ ഡെയിലി ടെസ്റ്റ് കൊടുക്കുന്നത് 50 minutes ആണ്. ആ ഒരു 50 minutes എന്ത് ചെയ്യുക, മാക്സിമം ആ 50 minutes തന്നെ കൊടുക്കാം. അപ്പോഴാണ് നമ്മൾ ഓരോ PYQs അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇപ്പൊ പേപ്പർ 1 മാത്രം, ഇപ്പം ഈ ബുക്കൊക്കെ ഉണ്ട് പേപ്പർ 1 അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ പേപ്പർ 1 ഏതെങ്കിലും ഒരു ടേമത്തെ എക്സാം ആണ് പിന്നെ ചെയ്യുന്നതെങ്കിൽ ആ ഒരു 1 hour വെച്ചിട്ട് അത് ചെയ്ത് നോക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്തും ഈ പറഞ്ഞതുപോലെ ടൈം മാനേജ്മെന്റും എങ്ങനെയൊക്കെ ഏതൊക്കെ സബ്ജക്റ്റിന് എങ്ങനെയൊക്കെ ടൈം അലോട്ട് ചെയ്യാന്നുള്ളതും പേപ്പർ 1 നിങ്ങൾക്ക് കൂടുതൽ വേണ്ടി, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അവരുടെ IQ ആണെന്നുണ്ടെങ്കിലും അവരുടെ സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിലും വീക്ക്നെസ് ആണെന്നുണ്ടെങ്കിലും. അപ്പം നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ളത്, ചിലവർക്ക് എനിക്ക് പേപ്പർ 1 കൂടുതൽ ടൈം വേണ്ടത്, പേപ്പർ 2 സോ അതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഈ ഒരു NTA പാറ്റേൺ എന്താണ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഇവർ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്. ഇപ്പൊ നമ്മളുടെ മെറ്റീരിയൽ അപ്ഡേറ്റ് ചെയ്യുന്നു ഈ എക്സാം ഹാക്കിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു. സോ നമ്മൾ ഈ ഒരു ഓവർ ദ ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ലതുപോലെ അനലൈസ് ചെയ്തിട്ട് അതിന്റെ ബേസിസിലാണ് നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ പല സബ്ജക്റ്റുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ ഇല്ലാത്തത്, ഇപ്പം IB-യിലാണെന്നുണ്ടെങ്കിൽ ഡംപിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും സിലബസിൽ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഡംപിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന സമയത്ത് ഡംപിങ് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? PYQs മുമ്പ് ചോദിച്ചത് കൊണ്ട്. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു ലേണിങ്ങും കൊണ്ടുവരാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് എഗെയിൻ എന്താണ്, നമ്മൾ എല്ലാ ദിവസവും ഒരു സമയം പഠിക്കുക. രാവിലെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ 5 to 6 ആണെന്നുണ്ടെങ്കിൽ ആ സമയം പഠിക്കാം. അപ്പൊ എന്താണ്, നമുക്കൊരു റുട്ടീൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും ഒരു പിന്നെ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, ഒരു ദിവസം നിങ്ങളുടെ പ്രോഗ്രസ് എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനൊരു പിന്നെ ട്രാക്കർ, ഇപ്പം ടെക്നോളജി ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ജേർണലോ ട്രാക്കറോ ഒറ്റാണ് വെക്കാം. നമ്മളുടെ സ്റ്റുഡൻസിന് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. അതിൽ അവർക്ക് ഇങ്ങനെ പ്രോഗ്രസ് എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെയും പറഞ്ഞു. കൺസിസ്റ്റന്റ് ആവാതിരുന്നാൽ മറ്റുള്ള പലരും പഠിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റൂല എന്നുള്ളതാണ്. നെക്സ്റ്റ് പിന്നെ വേറൊരു പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ മെന്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പം പല സ്റ്റുഡൻസിന് ഇപ്പം ഫെയിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ JRF വിചാരിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് നെറ്റേ കിട്ടിയിട്ടുള്ളൂ, അതുപോലെ നെറ്റ് കരുതിയ സ്റ്റുഡൻസിന് പിന്നെ PhD ഓൺലിയേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള, അതുപോലെ തന്നെ ഇതൊന്നും കിട്ടാത്ത എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. സോ കണക്ട് ചെയ്യുന്ന സമയത്ത് പല സ്റ്റുഡൻസും പറഞ്ഞു, മാം ഞാൻ പലതും നല്ലതുപോലെ എഫേർട്ട് പഠിച്ചിന് പക്ഷേ റിവിഷന് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ റിവിഷൻ നല്ലതുപോലെ ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും, അതായത് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ റിവൈസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ എക്സാം ഹാളിൽ പോയി ഇരിക്കും, ക്വസ്റ്റ്യൻ കാണുമ്പം നല്ലതുപോലെ അറിയും, നമ്മൾ പഠിച്ചിട്ടുള്ള ഏരിയതായിരിക്കും, പക്ഷെ ഓപ്ഷൻസ് വരുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവിടെ നമ്മളുടെ ടൈം പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, റിഗ്രറ്റ്സ്. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ റിവൈസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളിപ്പം ഐഫറിലുള്ള മെന്റർ ആയതുകൊണ്ട് തന്നെ ഐഫറിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഞാൻ കൂടുതൽ പറയുന്നുണ്ടാവും. ലൈക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ സെഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. JRF ക്ലബ്ബ് PYQ ഡിസ്കഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ റിവിഷൻ ആസ്പെക്റ്റുകളിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. റിവിഷൻ മന്ത് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സ്റ്റഡി പ്ലാനിലും ഈ പറഞ്ഞതുപോലെ റിവിഷൻ്റെ ഒരു ദിവസം പ്രത്യേകമായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല ടെക്നിക്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റത്തെ
3rd ഡേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം, പിന്നെ 7th ഡേ, പിന്നെ 21st ഡേ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മറന്നു പോവില്ല എന്നാണ് പറയുന്നത്. സോ അതൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്റ്റിക്കി നോട്ട്സ്, ഇപ്പം എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ആപ്പിൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിലായിട്ട് ഈ പറഞ്ഞതുപോലെ പിന്നെ റീകോൾ ക്വിസസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആപ്പ് ത്രൂവും ചെയ്യാൻ പറ്റും. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക, റിവിഷൻ എന്നുള്ള കാര്യത്തിന് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിപ്പം ബാലൻസ് എന്ന് പറയുമ്പോൾ പേപ്പർ 1ന്റെ കാര്യത്തിലും പേപ്പർ 2ന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എന്താണ് നിങ്ങളെ സ്റ്റഡീസും നിങ്ങളെ പേഴ്സണൽ കാര്യത്തിലും ബാലൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതുപോലെ തന്നെ മെന്റർ കോൾ ഒക്കെ വിളിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് പറയാനുള്ള ഒരു കാരണം, മാം ഞാൻ ഇപ്രാവശ്യം പേപ്പർ 1നായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പേപ്പർ 1നായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത്, അപ്പൊ പേപ്പർ 1 ഈസി ആയി, പേപ്പർ 2 ടഫായി. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, പിന്നെ പേപ്പർ 2ന് കോൺസെൻട്രേറ്റ് ചെയ്തു. പേപ്പർ 1 എനിക്കറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം നല്ല മാർക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്. അപ്പം അത് വരുന്ന സമയത്ത് എന്താണ്, ഇപ്രാവശ്യം ഒബ്വിയസ്ലി പേപ്പർ 2ല് നല്ല സ്കോർ ചെയ്തു, പേപ്പർ 1ല് പലതും കൺഫ്യൂഷൻസ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഇത് രണ്ടും ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് ബാലൻസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണൽ തിങ്ങും സ്റ്റഡീസും തമ്മിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. ഈ പറയുന്നത് പോലെ പലരും വർക്കിംഗ് ആയിരിക്കും, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്താണ്, നമ്മളുടെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. സോ അതിന് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. സോ ഞാൻ ഇപ്പം നമ്മളുടെ ഐഫറിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത്, നമ്മൾ ഐഫറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JRF എക്സലൻസ് എന്നാണ് ആ ഒരു ബാച്ചിന്റെ പേര്. സോ ഞാൻ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം നമ്മൾ ഐഫറിലെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന പല ഫീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നും അതിന്റെ ബേസിസിൽ പറഞ്ഞതാണ്. അതല്ലാതെയും നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് 24 ഹവേഴ്സ് ഇമോ സപ്പോർട്ട് നൽകുന്നുണ്ട്, നമ്മളുടെ ഡൗട്ട്സ് ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡെയിലി അസസ്മെന്റും പേപ്പർ 1ന്റെ പോഡ്കാസ്റ്റുകൾ അനീസറും അതുപോലെ തന്നെ പലരും പിന്നെ ഈ പറഞ്ഞതുപോലെ പോഡ്കാസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, എല്ലാ ദിവസവും ഒരുപോലെ നമ്മൾ എൻകറേജ്ഡ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. സോ ആ സമയങ്ങളിലൊക്കെ ഒരു പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്ന് പറയുന്നത് നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ഗ്രോത്ത് റിപ്പോർട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ട്രാക്കർ ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഗ്രോത്ത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഇപ്പം ഐഫറിലുള്ള ആപ്പ് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എത്രത്തോളം ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രോത്തും, പിന്നെ നിങ്ങളുടെ ഈ ഒരു മാനേജ്മെന്റിന്റെ സബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മാനേജ്മെന്റ് ബാച്ചിലുള്ള ഏറ്റവും ടോപ്പറിന്റെ ഗ്രോത്തും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ പ്രോഗ്രസ് എവിടെയായി, അതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, എത്ര റോങ് ആൻസേഴ്സ് വന്നു, റൈറ്റ് ആൻസേഴ്സ് വന്നു എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മളെ ആപ്പിൽ. അപ്പം അതൊക്കെ എന്താണ്, നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനും അല്ലെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പം എല്ലാവർക്കും എജു റീൽസ് ഇൻ ദ സെൻസ് റീൽസ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാനും കാണാനും ഇഷ്ടമുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ എജു റീൽസ് ആയിട്ട് നമ്മളുടെ 1000-ലധികം എജു റീൽസ് പേപ്പർ 1 റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ സെൽഫ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാമിന്റെ PYQന്റെ ബ്ലൂ പ്രിന്റ്സ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പം ഇതിൽ ഈ ഒരു പിന്നെ പോസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾക്ക് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ JRFism തുടങ്ങിയിട്ട് ഒരുപാട് അനീസർ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു JRF എക്സലൻസ് ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബാച്ചിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാന്. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും
കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിലായിട്ടോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ ഫൈൻ. അപ്പം എല്ലാം നല്ലതുപോലെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനെന്നുണ്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ പറഞ്ഞതുപോലെ എല്ലാ സ്ട്രാറ്റജീസും ഒക്കെ നല്ല പോലെ യൂസ് ചെയ്തിട്ട് സെയിം മിസ്റ്റേക്സ് എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്യാതെ നല്ല എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നല്ല കൺസിസ്റ്റന്റ് ആവുക, നല്ല കോൺഫിഡന്റ് ആവുക. നമ്മൾ എത്ര കുറച്ചാണോ പഠിച്ചത് അതിൽ കോൺഫിഡന്റ് ആവുക കേട്ടോ. പിന്നെ റിസൾട്ട് ഒക്കെ നമുക്ക് ബാക്കി അങ്ങനെ കിട്ടിക്കോളും. ഓക്കെ, ഒന്നിലും വെറീഡ് ആവണ്ട, നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ എല്ലാം ഉഷാറായിട്ട് നടക്കട്ടെ. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ.